നടിയെ ആക്രമിച്ച കേസിൽ ഇന്നലെയാണ് വിധി വന്നത്. ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല. കേസിൽ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ വിചാരണ കോടതി വെറുതെ വിട്ടു. 8 വർഷം കേരളം കാത്തിരുന്ന വിധിയാണ്. ചിലയിടങ്ങളിൽ പടക്കം പൊട്ടിച്ച ആഘോഷമാണെങ്കിൽ ചിലയിടങ്ങളിൽ ശ്വാസം മുട്ടുന്ന വേദനയാണ്. വിധി പകർപ്പ് പോലും വരുന്നതിന് മുൻപ് കേരളത്തിന്റെ നിയമമന്ത്രി സർക്കാർ അപ്പീൽ പോകുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതൊരു പ്രഖ്യാപനമാണ്, അതൊരു നിലപാടാണ്, അവൾക്കൊപ്പമാണെന്ന പ്രഖ്യാപനമാണ്. അതിനിടയ്ക്കാണ് മറ്റു ചില ഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങൾ വന്നത്. ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ്. ഇനി എന്നായിരിക്കും ചിലർക്ക് പ്രകാശം പരക്കുക? നമ്മൾ വിശദമായി തന്നെ ഇത് നോക്കാൻ പോവുകയാണ്. ഇന്നത്തെ പ്രൈം സ്റ്റോറിയിലേക്ക് എന്ന് പരക്കും പ്രകാശം എന്നുള്ളതാണ് ചോദ്യം. അടൂർ പ്രകാശ് UDF കൺവീനറാണ്. ആ മാന്യ അദ്ദേഹമാണ് അതിജീവിതയ്ക്ക് വേണ്ടി സർക്കാർ മേൽക്കോടതിയിൽ അപ്പീൽ പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞത്. സർക്കാർ അല്ലെങ്കിലും അപ്പീൽ പോവുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. ഏത് കിട്ടിയാലും ഏതൊക്കെ തരത്തിലും ആരെ ഉപദ്രവിക്കാൻ കഴിയും എന്ന് നോക്കിക്കാണുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കേസുകളും കെട്ടിച്ചമച്ചുണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. അവിടെയും തീർന്നില്ല. ദിലീപുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച്, ദിലീപിന് നീതി കിട്ടിയതിനെ കുറിച്ച് വാചാലനാകുന്നുണ്ട് അടൂർ പ്രകാശ് എന്ന കോൺഗ്രസ് MP. അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. ഇത്രയും ഹീനമായൊരു ക്രൈം നടന്നാൽ അതിൽ നീതി ഉറപ്പാക്കുക സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമല്ലേ? അപ്പീൽ പോകേണ്ടത് സ്റ്റേറ്റിന്റെ കടമയല്ലേ? ശരിക്കും കുറ്റസമ്മതമാണ് അടൂർ പ്രകാശ് ഇന്ന് നടത്തിയത്. അവൾക്കൊപ്പമല്ല അവനൊപ്പമെന്ന കുറ്റസമ്മതം. നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പമൊക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം. ഇപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി. ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസമാണിന്ന്. കോൺഗ്രസിന് ജീവൻ മരണ പോരാട്ടം. ആ ദിവസം പാർട്ടിയെ ഇത്രത്തോളം പ്രതിസന്ധിയിലാക്കിയ വാക്കുകളാണ് ആ കേട്ടത്. വോട്ട് ചെയ്യാനെത്തിയ നേതാക്കൾക്ക് മറുപടി പറയേണ്ടി വന്നു. നിമിഷ നേരം കൊണ്ട് മന്ത്രിസഭയിലെ അംഗങ്ങൾ രംഗത്തെത്തി. പണിപാളിയെന്ന കോൺഗ്രസിൽ അല്പമെങ്കിലും പ്രകാശം ബാക്കിയുള്ള ആരോ തിരിച്ചറിഞ്ഞു. വന്നു തിരുത്ത്. അപ്പീൽ പോകുന്നതിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ, ഇതൊക്കെ വെറുതെ ഒരു കള്ളക്കളി നടക്കുകയാണ്. ഈ പറയുന്ന നമ്മുടെ അതിജീവിതകൾക്ക് നീതി കിട്ടുന്നുണ്ടോ? ഇപ്പോൾ അവർക്ക് കുറേ ആളുകളെ അവർ ശിക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ ദിലീപിനെ ഒഴിവാക്കി. അതേക്കുറിച്ച് ഉള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്പീൽ പോയിട്ട് എന്താണെന്നുള്ള ആ തീരുമാനം അപ്പോൾ വരട്ടെ, അന്നേരം മറുപടി പറയാം. അപ്പീൽ പോകുന്നത് ദിലീപിനെ ബുദ്ധിമുട്ടിക്കാനാണ് താങ്കൾ പറഞ്ഞത്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്, കൃത്യമായി ഓർമ്മയുള്ള കാര്യമാണ്. അവിടെയും പറഞ്ഞതിലെ തെറ്റ് തിരിച്ചറിഞ്ഞുള്ള തിരുത്തല്ല. മാധ്യമങ്ങൾക്കാണ് പഴി. മറഞ്ഞത് മുഴുവൻ കൊടുത്തില്ല എത്രയും. വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാധ്യമങ്ങളുടെ ചോദ്യം ഉൾപ്പെടെ 4 മിനിറ്റ് 52 സെക്കൻഡാണ് അടൂർ പ്രകാശ് സംസാരിച്ചത്. ആദ്യത്തെ 3 മിനിറ്റ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെക്കുറിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചും സംസാരിച്ചു. 3ാമത്തെ മിനിറ്റിൽ മാധ്യമ പ്രവർത്തകർ നടിയെ ആക്രമിച്ച കേസിലെ വിധിയെക്കുറിച്ച് ചോദിക്കുന്നത്. അതായത് കൊടുത്ത 2 മിനിറ്റിൽ കൂടുതൽ ഞങ്ങളുടെ കയ്യിലില്ല കൊടുക്കാൻ, അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തില്ല എന്ന് പറയരുത്. വേണമെങ്കിൽ ആ പഴയ ഐറ്റം ട്രൈ ചെയ്യാം, AI. ഇനി അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെങ്കിൽ എന്തിനാണ് KPCC അധ്യക്ഷൻ അടൂർ പ്രകാശിനെ തള്ളിപ്പറഞ്ഞത്? അത് വ്യക്തിപരമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തിപരമായ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടു അപ്പീൽ പോകണം. ഒരു കാര്യം കൂടി പറയുന്നു. ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത, സർക്കാർ അപ്പീൽ മാത്രം പോരാ, അതിജീവിതയുടെ പേഴ്സണൽ അപ്പീലും കൂടെ വേണം. മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെങ്കിൽ എന്തിനാണ് അത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും. നമ്മൾ ആദ്യം മുതൽ സ്വീകരിച്ചത് അതിജീവിതയ്ക്ക് നീതി കിട്ടണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം 5-6 പേരെ പ്രതികളായി അവരെ ശിക്ഷിക്കാൻ പോവല്ലേ, പ്രതികളാക്കി അവരെ ശിക്ഷിക്കാൻ പോവല്ലേ.
ഏതായാലും ജഡ്ജ്മെന്റ് വായിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. അതിന് ഞങ്ങളിത് വേട്ടക്കാരനൊപ്പം നിൽക്കേണ്ട കാര്യം, ഞങ്ങൾ പോലീസ് അസോസിയേറ്റ് ഞങ്ങൾക്ക് എന്ത് കാര്യം? തിരുത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് താൻ പറഞ്ഞതെന്ന്. എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു? പച്ചക്കള്ളമാണ് ആ വാക്കുകൾ. ദിലീപിന്റെ നീതിയെക്കുറിച്ച് മാത്രമാണ് അടൂർ പ്രകാശ് ഇന്ന് സംസാരിച്ചത്. അതുമാത്രം. അതിജീവിതയ്ക്കൊപ്പം എന്ന ഒരു വാചകം അടൂർ പ്രകാശ് പറഞ്ഞിട്ടില്ല. ഇന്നലെ വിധി വന്ന കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ സർക്കാർ പറഞ്ഞതാണ് അപ്പീൽ പോകുമെന്ന്. അതൊരു പ്രഖ്യാപനമാണ്. അവൾക്കൊപ്പം നിൽക്കുമെന്ന പ്രഖ്യാപനം. ഇന്ന് അടൂർ പ്രകാശിനെതിരെ സംസ്ഥാന മന്ത്രിസഭ മുഴുവൻ നിരന്നു നിന്നു അവൾക്ക് വേണ്ടി. UDFന്റെ നിലപാട് സർക്കാർ അപ്പീൽ പോകേണ്ടതില്ല എന്നതാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഈ പറഞ്ഞ നേതാവിന്റെയും ആ നേതാവ് പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. അടൂർ പ്രകാശ് ഈ പ്രസ്ഥാനം പിൻവലിച്ച് കേരള ജനതയോട് പരസ്യമായി മാപ്പ് പറയണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ കേട്ടതാണ് സംസ്ഥാനത്തെ മന്ത്രിമാരുടെ നിലപാടെങ്കിൽ UDFന്റെ രാഷ്ട്രീയത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് മുഖ്യമന്ത്രി. സർക്കാർ എന്നും അതിജീവിതയ്ക്കൊപ്പമെന്ന സംശയമേതുമില്ലാതെ പിണറായി വിജയൻ. ഇവിടെ അത് UDF കൺവീനറുടെ UDF രാഷ്ട്രീയ നിലപാടാണത്. വളരെ വിചിത്രമായ വാദഗതി UDF കൺവീനർ രേഖപ്പെടുത്തിയായി കാണുന്നത്. വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണ് ഗവൺമെൻറ് അപ്പീലിന് പോകുന്നതുവരെ ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അത്ര ധൃതിപ്പെട്ട് ഒരു പ്രതികരണം വന്നത് എന്നത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. നമ്മുടെ നാടിൻ്റെ പൊതുവായ വികാരത്തിനെതിരെയുള്ള ഒരു പറച്ചിലായിപ്പോയി അത് എന്നാണ് തോന്നുന്നത്. ഈ അടുത്ത കാലത്ത് കേരളം കണ്ട മറ്റൊരു വലിയ പീഡന പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസ്. അന്നും UDF കൺവീനർ നിന്നത് അതിജീവിതയ്ക്കൊപ്പമല്ല. പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകൾ അത് AI ആണെന്ന് വരുത്തി തീർക്കാനാണ് അന്ന് ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ് ശ്രമിച്ചത്. ഞാൻ ഇന്ന് ഇപ്പൊ AI കാലഘട്ടമല്ലേ. ആരെക്കുറിച്ചും എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. നമ്മളത് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ആ കാര്യങ്ങൾ കൂടി ചിന്തിക്കണം. അവിടെയും തീർന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തിന് പുറമെ സൈബറിടത്തിലെ അധിക്ഷേപങ്ങളും നേരിട്ട പെൺകുട്ടി മുന്നോട്ട് വന്ന പരാതി പറഞ്ഞപ്പോൾ UDF കൺവീനർ പറഞ്ഞത് അത് തെരഞ്ഞെടുപ്പ് കെണിയെന്നാണ്. ചിലർ ഒരേ സമയം അതിജീവിതയ്ക്കും വേട്ടക്കാരനുമൊപ്പം നിൽക്കും. അടൂർ പ്രകാശ് അക്കാര്യത്തിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വേട്ടക്കാരനൊപ്പം മാത്രം. തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അവസരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെണിയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇരയെ കിട്ടിയിരിക്കുന്നു. ആ ഇരയെ മുതലാക്കിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഭാഗമെന്നുള്ള നിലയിലാണ് ഇപ്പോൾ നടക്കുന്ന ഓരോ കാര്യങ്ങളും എന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പ്രൈം എഡിറ്റോറിയൽ. അടൂർ പ്രകാശ്, പ്രായം 70. 1996 മുതൽ 23 വർഷം കോന്നിയിൽ നിന്നുള്ള കേരള നിയമസഭാ അംഗമാണ്. കേരളത്തിന്റെ ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ആരോഗ്യ, റവന്യൂ വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു പല കാലയളവിൽ. നിലവിൽ ആറ്റിങ്ങലിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. UDF മുന്നണിയുടെ കൺവീനറാണ്. ഇതിനൊക്കെ പുറമെ അഭിഭാഷകനാണ്. ഒരു ജനപ്രതിനിധിയാകുമ്പോൾ അല്പം പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടാകും. ഇന്ന് ഈ മനുഷ്യൻ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ട 2 കേസുകളിൽ പ്രതികരിച്ചതാണ് നമ്മൾ ഈ കണ്ടതും കേട്ടതും. വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ജനപ്രതിനിധി, വേട്ടക്കാരന്റെ നീതിയെക്കുറിച്ച് വാചാലനാകുന്ന ജനപ്രതിനിധി, അതിജീവിതയെക്കുറിച്ച് സൗകര്യപൂർവ്വം മറന്നുപോകുന്ന ജനപ്രതിനിധി. PT തോമസ് എന്ന മനുഷ്യനെയെങ്കിലും അടൂർ പ്രകാശ് ഓർക്കണമായിരുന്നു. ഇന്ന് കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് പറയാൻ മത്സരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ സംഘടനാപരമായി ഒരു നിലപാടും വ്യക്തിപരമായി മറ്റൊരു നിലപാടുമുണ്ടോ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ന് കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ, അടൂർ പ്രകാശാണ് കേരളത്തിന്റെ നിയമമന്ത്രിയെങ്കിൽ, ഒരു സ്ത്രീ എങ്ങനെ എന്ത് വിശ്വസിച്ച് സർക്കാരിനെ സമീപിക്കും? എന്തുറപ്പാണ് പരാതി AI അല്ല എന്ന് നിങ്ങൾ പറയില്ലെന്ന്? എന്തുറപ്പാണ് പരാതി പറഞ്ഞവർക്കെതിരെ നിങ്ങൾ കേസെടുക്കില്ല എന്ന്? ഇതെല്ലാം മാറ്റിവെക്കും. ഇത് തെരഞ്ഞെടുപ്പ് കാലമല്ലേ? എന്തിനാണ് പാർട്ടിയെ ഇങ്ങനെ പ്രതിരോധത്തിലാക്കുന്നത്?
സ്ത്രീകളുടെ വോട്ട് നിങ്ങൾക്ക് വേണ്ടേ? ഇന്ന് രാവിലെ 9:45 നിങ്ങളുടെ ഈ പ്രതികരണം കേട്ട് വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് പോയ സ്ത്രീകളുടെ മനസ്സിൽ എന്തായിരിക്കും? വോട്ടെടുപ്പ് ദിനത്തിൽ നടത്തിയ ഈ തുറന്നു പറച്ചിൽ ഒരു കണക്കിന് നന്നായി. നിങ്ങളുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയം മനസ്സിലാക്കാൻ വോട്ടർമാർക്ക് കഴിഞ്ഞു. ഒന്നേ പറയാനുള്ളൂ, തെരഞ്ഞെടുപ്പിൽ തോൽക്കാത്ത നേതാവായിട്ട് കാര്യമില്ല. ഇന്ന് വല്ലാത്ത തോൽവിയാണ് അടൂർ പ്രകാശ് എന്ന നേതാവ്.